നമസ്കാരം. നിലവിലെ സാമ്പത്തിക വർഷത്തിലെ അവസാന പാദത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ വരാനിരിക്കുന്ന ഡിസംബർ മാസം നിരവധി സുപ്രധാന സാമ്പത്തിക ഭരണപരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. കേവലം ഒരു മാസത്തിന്റെ മാറ്റം എന്നതിലുപരിയായി വ്യക്തിഗത ധനകാര്യങ്ങളെയും അതോടൊപ്പം തന്നെ സർക്കാർ സേവനങ്ങളെയും പൊതുവിപണിയിലെ ചെലവുകളെയും ഒക്കെ തന്നെ നേരിട്ട് സ്വാധീനിക്കുന്ന 5 നിർണായകമായ പരിഷ്കാരങ്ങളാണ് ഡിസംബർ 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്നത്. ഈ മാറ്റങ്ങൾ ഓരോ പൗരനെയും, പ്രത്യേകിച്ചും പെൻഷൻകാർ, അതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാർ, നികുതിദായകർ, വ്യോമയാത്രികർ എന്നിവരെയൊക്കെ തന്നെ എങ്ങനെ ബാധിക്കുമെന്നും നവംബർ 30 എന്ന അവസാന തീയതിയുടെ പ്രാധാന്യം അത് എന്തായിരിക്കുമെന്നും വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വരാനിരിക്കുന്ന ഈ പരിഷ്കാരങ്ങളെക്കുറിച്ചും സമയപരിധികളെക്കുറിച്ചുമുള്ള വളരെ കൃത്യമായിട്ടുള്ള അവബോധം അത് സാമ്പത്തിക നഷ്ടങ്ങളോ സേവനങ്ങളുടെ തടസ്സമോ ഒഴിവാക്കാനായിട്ട് വളരെ അത്യന്താപേക്ഷിതമാണ്. ഈ 5 കാര്യങ്ങളിൽ ഏറ്റവും അടിയന്തര പ്രാധാന്യം അർഹിക്കുന്നത് രാജ്യത്തെ മുതിർന്ന പൗരന്മാരായിട്ടുള്ള പെൻഷൻ ഉപഭോക്താക്കളെയൊക്കെ തന്നെ സംബന്ധിച്ചുള്ളതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, പ്രതിരോധ സേനകൾ, വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നൊക്കെ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളെ സംബന്ധിച്ച് അവർ തങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിയിക്കുന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് അഥവാ ജീവൻ രേഖ അത് സമർപ്പിക്കേണ്ട അവസാന തീയതി നവംബർ 30 അതോടെ അവസാനിക്കുകയാണ്. വാർഷികമായിട്ട് പൂർത്തിയാക്കേണ്ട ഈ നടപടിക്രമം പെൻഷൻ വിതരണ പ്രക്രിയയിൽ സുതാര്യത ഉറപ്പാക്കുന്നതിനും അനർഹമായിട്ടുള്ള കൈപ്പറ്റലുകളൊക്കെ തന്നെ ഒഴിവാക്കുന്നതിനും നിർണായകമാണ്. ഈ സർട്ടിഫിക്കറ്റ് കൃത്യസമയത്ത് സമർപ്പിക്കാത്ത പക്ഷം ഡിസംബർ മാസം മുതൽ പെൻഷൻ വിതരണം താൽക്കാലികമായിട്ട് നിർത്തിവെക്കാനായിട്ട് സാധ്യതയുണ്ട്. പിന്നീട് കാലതാമസം സംഭവിച്ചതിനുള്ള കാരണം വ്യക്തമാക്കി വിശദമായ പരിശോധനകൾക്കും സ്ഥിരീകരണത്തിനും ശേഷം മാത്രമേ ഈ പെൻഷൻ നിങ്ങൾക്ക് പുനഃസ്ഥാപിച്ച് ലഭിക്കുകയുള്ളൂ. ഇത് പെൻഷൻകാരുടെ ദൈനംദിന സാമ്പത്തിക കാര്യങ്ങളെ പ്രതികൂലമായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ തന്നെ വീട്ടിലെ മുതിർന്ന പൗരന്മാർ ഈ നടപടിക്രമം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് കുടുംബാംഗങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇനി രണ്ടാമതായിട്ട് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു ഭരണപരമായിട്ടുള്ള സമയപരിധി നവംബർ 30 അവസാനിക്കുകയാണ്. നാഷണൽ പെൻഷൻ സിസ്റ്റം NPS-ൽ നിന്ന് ഏകീകൃത പെൻഷൻ പദ്ധതിയിലേക്ക് UPS-ലേക്ക് യൂണിഫൈഡ് പെൻഷൻ സ്കീമിലേക്ക് മാറാൻ താല്പര്യമുള്ള ജീവനക്കാർക്കുള്ള ഓപ്ഷൻ നൽകാനുള്ള അവസാന തീയതിയാണ് ഈ മാസം 30-ാം തീയതി അവസാനിക്കുന്നത്. കേന്ദ്ര സർക്കാർ പുതുതായിട്ട് കൊണ്ടുവന്ന ഈ ഒരു ഏകീകൃത പദ്ധതിയിലേക്ക് മാറാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഓപ്ഷൻ ഫോം സമർപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഡിസംബർ 1 മുതൽ ഈ പദ്ധതിയിൽ ചേരാനുള്ള അവസരം ലഭ്യമായിരിക്കില്ല എന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ഈ പദ്ധതിയിലേക്കുള്ള മാറ്റത്തിന് നേരത്തെ തന്നെ സമയപരിധി ദീർഘിപ്പിച്ച് നൽകിയിരുന്നതാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ ഇനിയൊരു നീട്ടിക്കൊടുക്കൽ അത് പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന് ബന്ധപ്പെട്ട അധികാരികൾ സൂചിപ്പിക്കുന്നു. അതിനാൽ തന്നെ ഈ പരിഷ്കരിച്ച പെൻഷൻ പദ്ധതിയിലേക്ക് മാറാനായിട്ട് ഉദ്ദേശിക്കുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർ ഈ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നവംബർ 30-നകം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. മൂന്നാമത്തെ സുപ്രധാന വിഷയം നികുതിദായകരും അതോടൊപ്പം തന്നെ ബിസിനസ് സ്ഥാപനങ്ങളെയും ഒക്കെ തന്നെ സംബന്ധിച്ചുള്ളതാണ്. ആദായ നികുതിയുമായി ബന്ധപ്പെട്ട വിവിധ ഫയലിങ്ങുകൾ പൂർത്തിയാക്കാനുള്ള അവസാന തീയതിയും നവംബർ 30-ആണ്. ഒക്ടോബർ മാസത്തെ TDS ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് സ്റ്റേറ്റ്മെൻറ്റുകൾ, ചില മൾട്ടിനാഷണൽ കമ്പനികളുടെ നിർബന്ധിത റിപ്പോർട്ടുകൾ എന്നിവ ഉൾപ്പെടെയുള്ള സുപ്രധാന രേഖകൾ ഈ സമയപരിധിക്കുള്ളിൽ ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. നികുതി നിയമങ്ങൾ അനുസരിച്ച് നിശ്ചിത തീയതിക്ക് ശേഷം സമർപ്പിക്കപ്പെടുന്ന ഓരോ ഫയലിങ്ങിനും പിഴ, അതായത് പെനാൽറ്റി ഈടാക്കാനായിട്ട് വ്യവസ്ഥയുണ്ട്. ഇതുകൂടാതെ ഫയലിംഗിൽ കാലതാമസം വരുത്തുന്ന നികുതിദായകർക്ക് ആദായ നികുതി വകുപ്പിൽ നിന്ന് നോട്ടീസുകൾ ലഭിക്കാനും സാധ്യതയുണ്ട്. ഇനി അതുപോലെ കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്നവരും പ്രൊഫഷണലുകളും മറ്റ് നികുതിദായകരും ഈ നിയമപരമായിട്ടുള്ള ബാധ്യതകൾ കൃത്യസമയത്ത് നിർവഹിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. നവംബർ 30-ന് മുൻപായിട്ട് തീർപ്പാക്കേണ്ട ഈ 3 സുപ്രധാന ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ ഓരോ പൗരന്റെയും സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഇനി നവംബർ 30 എന്ന സമയപരിധിക്ക് ശേഷം, അതായത് ഡിസംബർ 1-ാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരാനായിട്ട് സാധ്യതയുള്ള 2 പ്രധാനപ്പെട്ട വിപണി മാറ്റങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിലേറ്റവും പ്രധാനം ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG, അതായത് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിൻ്റെ ആ ഒരു പാചകവാതകത്തിൻ്റെ വില നിർണ്ണയമാണ്. രാജ്യത്തെ എണ്ണ കമ്പനികൾ എല്ലാ മാസവും 1-ാം തീയതിയാണ് ഗ്യാസ് സിലിണ്ടറുകളുടെ വില പുനഃപരിശോധിക്കുന്നത്. ആഗോളതലത്തിലെ ക്രൂഡ് ഓയിൽ വിലയുടെ വ്യതിയാനം, ഡോളറുമായുള്ള രൂപയുടെ വിനിമയ നിരക്ക് എന്നിവയെ ആശ്രയിച്ചാണ് ഈ വലിയ മാറ്റങ്ങളൊക്കെ തന്നെ വിലമാറ്റമൊക്കെ തന്നെ ഉണ്ടാകുന്നത്. കഴിഞ്ഞ മാസം വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകളുടെ വില കുറച്ചെങ്കിലും സാധാരണക്കാരുടെ വീട്ടാവശ്യത്തിനുള്ള 14 കിലോഗ്രാം സിലിണ്ടറുകളുടെ വിലയിൽ എന്ത് മാറ്റമാണ് ഡിസംബർ 1-ന് ഉണ്ടാവുക എന്നത് കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട്. വില വർധനവ് ഉണ്ടാവുകയാണെങ്കിൽ അത് സാധാരണ കുടുംബങ്ങളുടെ പ്രതിമാസ ബജറ്റിനെ തന്നെ നേരിട്ടും കാര്യമായും ഒക്കെ തന്നെ ബാധിക്കുന്നതാണ്. അതിനാൽ തന്നെ LPG വിലയിലെ ഈ ഒരു പരിഷ്കരണം അത് ഗാർഹിക ഉപഭോക്താക്കൾ അതീവ ശ്രദ്ധയോടെ നിരീക്ഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഇനി 5-മത്തെയും ഏറ്റവും അവസാനത്തെ സുപ്രധാനമായ മാറ്റം വ്യോമയാന മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. പാചകവാതകത്തിൻ്റെ വില പോലെ തന്നെ വിമാന ഇന്ധനമായിട്ടുള്ള ATF ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ അതിൻ്റെ വിലയും ഡിസംബർ 1-ന് പരിഷ്കരിക്കും. ATF വിലയിൽ വരുന്ന നേരിയ വ്യത്യാസം പോലും വിമാന ടിക്കറ്റ് നിരക്കുകളിൽ പ്രതിഫലിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഡിസംബർ മാസം ക്രിസ്മസ്, അതോടൊപ്പം ന്യൂ ഇയർ ആഘോഷങ്ങളുടെയും വിനോദയാത്രകളുടെയും ഒക്കെ തന്നെ മാസമായതിനാൽ തന്നെ വിമാനയാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുമെന്നതിനാൽ തന്നെ ഈ വില പരിഷ്കരണം കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു. അവധിക്കാലത്ത് നാട്ടിൽ വരാനോ വിദേശയാത്രകൾ പ്ലാൻ ചെയ്യാനോ ഉദ്ദേശിക്കുന്നവർക്ക്
ഇന്ധനവിലയിൽ ഉണ്ടാകുന്ന വർധനവ് അത് ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ ഉയരാനായിട്ട് കാരണമായേക്കാം. അതിനാൽ തന്നെ ഈ 5 സുപ്രധാന വിഷയങ്ങൾ എല്ലാവരും തന്നെ ഓർമ്മയിൽ വെക്കേണ്ടതും നവംബർ 30-നകം പൂർത്തിയാക്കേണ്ട നിയമപരമായിട്ടുള്ള ബാധ്യതകൾ അത് ഉടൻ തന്നെ പൂർത്തിയാക്കേണ്ടതുമാണ്. ഈ സുപ്രധാനമായ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, നിങ്ങൾക്ക് പരിചയമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് മറക്കാതെ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.